നമസ്കാരം. പ്രധാന വാർത്തകൾ. മലപ്പുറത്ത് വീണ്ടും നിപ്പ ആശങ്ക. വണ്ടൂരിലെ യുവാവിന്റെ മരണം നിപ്പ മൂലമെന്ന് സംശയം. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവ്. സ്ഥിരീകരണത്തിന് പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലം വരണം. തിരുവോണത്തലേന്ന് പരക്കം പാഞ്ഞ് മലയാളികൾ. ഒരുക്കം അവസാനവട്ടത്തിൽ. നല്ല തിരക്കാണ്. രാവിലെ മുതൽ രാത്രി വരെ തിരക്കി തന്നെ. നല്ല കുറവുണ്ട് വിലകൾ. അല്ലല്ല, വില കൂടുതലല്ല, വില കുറവാണ്. വിപണികളിൽ വൻ തിരക്ക്. മുല്ലപ്പൂവിന് പൊന്നും വില കിലോയ്ക്ക് 6000 രൂപ. ചേട്ടാ, പൂവിന് എങ്ങനെയുണ്ട് വില? പൂവിന് എങ്ങനെയുണ്ട്? മുല്ലപ്പൂവിന് എത്രയായി? മുല്ലപ്പൂ ഒരു മുഴം 200 രൂപ വില. 6000 രൂപ ഒരു കിലോ വില. എത്ര? 6000 രൂപ. 6000 രൂപ ഇന്നത്തെ വില 6000 രൂപ. സീതാറാം യെച്ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ. മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി കൈമാറി. അന്ത്യാഭിവാദ്യമർപ്പിച്ച് ആയിരങ്ങൾ. ജമ്മു കാശ്മീരിലെ ബരാമുള്ളിയിൽ ഏറ്റുമുട്ടൽ. 2 സൈനികർക്ക് വീരമൃത്യു. 3 ഭീകരരെ വധിച്ചു. ജമ്മു കാശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി. അർജുനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നു. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ നീക്കം. ബുധനാഴ്ച തെരച്ചിൽ തുടങ്ങിയേക്കും. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ കണ്ട് പി ജയരാജൻ. കൂടിക്കാഴ്ച കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷം ആദ്യ കൂടിക്കാഴ്ച ഡൽഹി കേരള ഹൌസിൽ. സാധാരണ കൂടിക്കാഴ്ചയെന്ന് പി. മാമി തിരോധാന കേസിൽ DGPക്ക് അതൃപ്തി. വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP അജിത് കുമാർ വഴി അയച്ചു. SP-യോടും കമ്മീഷണറോടും വിശദീകരണം തേടി. മാമിയുടെ ഭാര്യ റംലയുടെ മൊഴിയെടുത്ത് പോലീസ്. മലപ്പുറത്ത് വീണ്ടും നിപ്പയെന്ന് സംശയം. വണ്ടൂരിലെ യുവാവിന്റെ മരണം നിപ്പ മൂലം എന്നാണ് സംശയിക്കുന്നത്. ബാംഗ്ലൂരുവിൽ പഠിക്കുന്ന വിദ്യാർത്ഥി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. CV അനുമോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, പൂനെയിൽ നിന്നുള്ള ഫലം വരുമ്പോൾ മാത്രമാണ് സ്ഥിരീകരണമുണ്ടാകൂ. എത്രത്തോളം ആശങ്കപ്പെടുത്തുന്ന ഒന്നാണിത്? അഭിലാഷ്, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വണ്ടൂർ നടുവത്ത് സ്വദേശിയായ 23-കാരൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരിച്ചത്. ഇയാളുടെ സാമ്പിളിന്റെ പ്രാഥമിക ഫലമാണ് ഇപ്പോൾ നിപ്പ എന്ന് സംശയിക്കുന്ന തരത്തിൽ വന്നിരിക്കുന്നത്. ഇത് സ്ഥിരീകരിച്ചിട്ടില്ല, സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിൽ എത്തിയിട്ടുമില്ല. പക്ഷേ ഒരു സംശയം എന്ന നിലയ്ക്കാണ് വിദഗ്ധർ ഇത് പങ്കുവച്ചിരിക്കുന്നത്. ഇയാൾ ബാംഗ്ലൂരിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇയാൾ നാട്ടിലെത്തിയത്. ഇയാൾക്ക് പനിയുണ്ടായിരുന്നു, കാലിൽ ഒരു മുറിവുണ്ടായിരുന്നു. തുടർന്ന് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാഹചര്യങ്ങൾ കൂടുതൽ മോശമായതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച മരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് നിപ്പയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് തന്നെയാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്നും അത്തരത്തിലൊരു സൂചന ലഭിച്ചു. പക്ഷേ അത് സ്ഥിരീകരിക്കണമെങ്കിൽ കൂടുതൽ പരിശോധനാ ഫലങ്ങൾ വരേണ്ടതുണ്ട് എന്ന തരത്തിലാണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. പക്ഷേ ജില്ലാ ഭരണകൂടം മുൻപത്തെ അനുഭവങ്ങൾ മുൻനിർത്തി വേണ്ട മുൻകരുതൽ നടപടികൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. 2 മാസം മുൻപാണ് മലപ്പുറത്ത് നിപ്പ ബാധ സ്ഥിരീകരിക്കുകയും ഒരു കുട്ടി മരിക്കുകയും ചെയ്തത്. അപ്പോൾ ആ ഒരു മേഖലയ്ക്ക് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു നടുവത്തെ എന്ന സ്ഥലവും. പക്ഷേ നിലവിൽ ഇയാൾ ബാംഗ്ലൂരുവിലായിരുന്നു കുറച്ച് മാസങ്ങൾ എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ മലപ്പുറം കേന്ദ്രീകരിച്ചാണോ ഈ ഇത്തരത്തിലൊരു രോഗബാധ ഉണ്ടെങ്കിൽ അതിന്റെ ഉറവിടമെന്ന് നമുക്കൊന്നും സ്ഥിരീകരിക്കാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ഇയാൾ കുറെ ദിവസങ്ങളായി ബാംഗ്ലൂരിലാണ് ഉള്ളത്. എന്തുതന്നെയാണെങ്കിലും ഇത് ഔദ്യോഗികമായിട്ട് ഇതിന്റെ ഫലം വരട്ടെ, അതിനുശേഷം കൃത്യമായ കാര്യങ്ങൾ പങ്കുവെക്കാമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. അഭിലാഷ്, വിശദാംശങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്നും CV അനുമോദ്. ഉത്രാടപ്പാച്ചിൽ.
തിരുവോണത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളിലാണ് മലയാളികൾ. ഓണപ്പൂക്കളം ഒരുക്കാനും സദ്യവട്ടത്തിനുമായി രാത്രി വൈകിയും വിപണികളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അപ്പൊ ഉത്രാട പാച്ചിൽ ഇതേ അതിന്റെ അവസാനത്തോടടുക്കുവാണ്. നാളെ തിരുവോണമാണ്. അതേ തിരക്ക് മാത്രമല്ല, വഴിയോര കച്ചവടക്കാരുടെ അവസാനഘട്ട പണിയിലും ഇവിടെ തകൃതിയായിട്ടാണ് നടക്കുന്നത്. നാളെ തിരുവോണമാണ്. എല്ലാവരും പായസത്തിന് വേണ്ടി സദ്യക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത്. ഓണക്കോടി ഉടുക്കണം എല്ലാവർക്കും. നാളെ തിരുവോണമാണ്. അപ്പൊ ഇന്ന് എല്ലാ പണിയും തീർക്കണം എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ളത്. അമ്മ എല്ലാം കഴിഞ്ഞോ? കച്ചവടമൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞില്ല, സ്വല്പം കൂടെ നേരാവും. നാളത്തെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള പണിയിലാണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുഴപ്പമില്ല, നല്ലതായിട്ട് എല്ലാവർക്കും കച്ചവടമുണ്ട്. എല്ലാ വീട്ടിലോട്ട് വേണ്ടുന്ന എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു വെച്ച് എല്ലാരും റെഡിയാണ് നാളെ ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. ഉത്രാടപ്പാച്ചിൽ നമ്മളിപ്പോ കേൾക്കുന്ന ഈ പാച്ചില് എന്ന് പറയുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവിടെ. ഇപ്പൊ എനിക്ക് ചേച്ചി എങ്ങനെയുണ്ട് ഓണൊക്കെ? അടിപൊളി കച്ചവടം മകള്, പൊളിക്കണ കച്ചവടം മകള്, സൂപ്പർ കച്ചവടം. നല്ല തിരക്കാണ്. രാവിലെ മുതൽ ഈ തിരക്ക് രാവിലെ മുതൽ രാത്രി വരെ ഈ തിരക്ക് തന്നെ. അപ്പോ ഇവിടെ വഴിയോര കച്ചവടക്കാരും മറ്റ് കച്ചവടക്കാരും ഇപ്പൊ ഈ പുറത്ത് കാണുന്ന ഈ തിരക്ക് നമുക്കിപ്പോ നടന്നു പോകുന്നതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷെ ഈ ടെക്സ്റ്റൈൽസിന്റെ ഉള്ളിലേക്കൊക്കെ കടകളിലോട്ടൊക്കെ കയറിയാല് വലിയ തരത്തിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഇവിടെ ചില സമയങ്ങളില് ചില ഭാഗങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് നടക്കാൻ പോലുള്ള ഒരു സ്ഥലം കിട്ടുന്നില്ല. ചേട്ടാ, ഓണത്തിന്റെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞോ? പർച്ചേസിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന നല്ല തിരക്കുണ്ട്. എല്ലാം കഴിഞ്ഞു? ഇപ്പൊ ഇല്ല, കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ചേട്ടൻ ഇവിടുന്നാണോ സ്ഥിരമായിട്ട് വാങ്ങിക്കാറ്? സ്ഥിരം ഇവിടെ നിന്നാണ് വാങ്ങാറുള്ളത്. എന്താ പുറത്തുനിന്നുള്ള മാറ്റമുണ്ട് വിലകൾക്കൊക്കെ? നല്ല കുറവുണ്ട് വിലകള്. പൊതുവെ എങ്ങനെയാ വില കൂടുതലാണ് ഇപ്രാവശ്യത്തെ ഓണം? അല്ല, വില കൂടുതലല്ല, വില കുറവാണ്. പൊതുവെ വലിയ കുഴപ്പമില്ല വില എന്നാണ് പറയുന്നത്. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടൊന്നും ആരും അങ്ങനെ പറയുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ വാർത്തയിൽ കണ്ടതുപോലെ മുല്ലപ്പൂവിന് 3000-6000 രൂപയൊക്കെ ആയി എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു. ചേച്ചി, ഓണൊക്കെ ഇവിടെ വരെത്തി? എല്ലാം മേടിച്ചൊക്കെ കഴിഞ്ഞോ? വീട്ടുകാരൊക്കെ ആയിട്ടാണോ പർച്ചേസിംഗിന് വന്നത്? ഞാൻ എന്റെ ഭർത്താവുമായിട്ടാണ് വന്നത്. മക്കളൊക്കെ? മക്കള് വീട്ടിലുണ്ട്. മക്കൾക്കൊക്കെ തുണി എടുക്കാൻ വേണ്ടിട്ടാണ്, കൊച്ചുമക്കൾക്ക് വേണ്ടിട്ട്. ഉത്രാടപ്പാച്ചില് കാത്തു നിന്നതാണ് തുണി എടുക്കാൻ വേണ്ടി? അല്ല, നമ്മൾക്ക് ജോലി കൂലിപ്പണിക്കല്ലേ പോണേ. അപ്പോഴ് ജോലി കഴിഞ്ഞ് വന്ന അപ്പോഴ് ഇന്ന് അവധിയുണ്ട്, നേരത്തെ വന്നത്തിരി അങ്ങനെ. അപ്പൊ ഇന്ന് അവധി കൂടി ആയതുകൊണ്ടാണ് പലരും ഇന്ന് പർച്ചേസിങ്ങിന് ഇറങ്ങിയത്. അത് മാത്രമല്ല, നമ്മുടെ ഒരു ട്രെൻഡാണ് ഉത്രാടപ്പാച്ചിലിന് ഇറങ്ങി തിരുവോണത്തിന് സാധനം വാങ്ങിക്കുക എന്ന് പറയുന്നത് നമ്മുടെ പലരുടെയും ഒരു ട്രെൻഡ് കൂടെയാണ്. മാത്രമല്ല, ചില സമയങ്ങളിൽ നമുക്ക് തോന്നാറുണ്ട് ഈ ഓണം വന്നത് സെക്കൻഡ് സാറ്റർഡേയും സൺഡേ ആണ്. അപ്പൊ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം, പലർക്കും ലീവിന്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം വരുന്നില്ല. തിരുവോണമാണ് നാളെ. അപ്പൊ നമ്മൾ പലരുടെ അടുത്തും പലരും തിരക്കിലാണ്. ഇതെല്ലാം വാങ്ങിച്ചിട്ട് വേണം ഇനി പലർക്കും വീട്ടിൽ പോവാൻ. ചേച്ചി, ഓണൊക്കെ എവിടം വരെ എത്തി? ഓണം എത്തി. ഓണം നാളെയാണ്. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? എല്ലാം വാങ്ങിച്ചു. എല്ലാം റെഡിയാണ്. ഇനി നാളെ ഓണായാൽ മതി. പൂക്കളൊക്കെ വാങ്ങിച്ചോ? പൂക്കൾ ഇടില്ല, പിന്നെ വീടിനടുത്ത് ഇടും ഒരു പിള്ളേരൊക്കെ. വീട്ടില് പൂവ് ഇടില്ല. ഓക്കെ. ചേച്ചി, ഓണൊക്കെ എങ്ങനെയുണ്ട്? ഉത്രാടപ്പാച്ചിൽ എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാവരും ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണ്. ഇതിപ്പോ ഏകദേശം രാത്രിയോട് അടുത്തുകൊണ്ട് തന്നെ പലർക്കും സാധനങ്ങളെല്ലാം വാങ്ങി ഇനി വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതി എന്നുള്ള ഇതാണ്. രാത്രി ഏറെ വൈകിയും ഇത്തരത്തിലാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചകൾ. സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറിക്ക് വില അധികം വർദ്ധിച്ചിട്ടില്ല എങ്കിലും നേരത്തെ ദിൽന സൂചിപ്പിച്ചതുപോലെ പൂവിനങ്ങൾക്ക് വലിയ വിലയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് രാവിലെ 3000 രൂപ കിലോയ്ക്കുണ്ടായിരുന്ന മുല്ലപ്പൂവിന് ഉച്ചയ്ക്ക് ശേഷം 6000 രൂപയായി. വയനാട് ദുരന്തം ആഘോഷങ്ങളുടെ മാറ്റു കുറച്ചിട്ടുണ്ടെങ്കിലും ഓണക്കോടി വാങ്ങാനും മറ്റുമായി വിപണികളിൽ വൻ തിരക്ക് തന്നെയാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഓണത്തിരക്ക് അവസാനിക്കുന്നില്ല. ഉത്രാടപ്പാച്ചില്, അത് പേരെല്ലാം തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലേക്ക് നമ്മൾ രാവിലെ മുതൽ കാണുന്ന തിരക്കാണ്. അത് രാത്രിയിലേക്കും തുടരുന്നു എന്നതാണ്. രാവിലെ സദ്യവട്ടങ്ങൾ വാങ്ങാനുള്ള ഒരു തിരക്കായിരുന്നു എവിടെയും കണ്ടിരുന്നത്. പച്ചക്കറി വിപണിയിലടക്കം വലിയ രീതിയിൽ തന്നെ തിരക്ക് അനുഭവപ്പെടുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം അത് മാറുന്നു എന്നതാണ്. ഉച്ചയോടുകൂടി അത് വസ്ത്ര വിപണിയിലേക്കടക്കം തിരക്കിലേക്ക് മാറുന്നു. നമ്മൾ കാണുന്നത് എറണാകുളം ബ്രോഡ്വേയിലെ ഈ ദൃശ്യങ്ങളാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഈ വസ്ത്ര വ്യാപാര വിപണികളിലെല്ലാം
ചെറുതും വലുതുമെന്ന് പറയാനില്ലാത്ത വിധം എല്ലായിടത്തും തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ഈ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? കുഴപ്പമില്ല, വില കുറവോ? വില കുറവാണ്. പക്ഷെ നമുക്ക് അല്ല വേറെ ഉണ്ട്, നമുക്ക് കഷ്ടപ്പെട്ടിരിക്കാൻ പറ്റുള്ളൂ. ഓണം നല്ല ഇതിലേക്ക് കൂടിയാണ് ജീവിക്കുന്നത്. നമ്മൾ പൈസ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ വേറെ പറ്റില്ല. സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ? തമ്പരാസ കാഴ്ച വേറൊന്നുമില്ല. നമ്മളെ വീട്ടിലേക്ക് നമ്മളെ മക്കളും വേണ്ട സാധനം. ഞാൻ വില കുറച്ച് വാങ്ങിച്ചു. ഇവര് വേണമെങ്കിൽ പകുതി വിലക്ക് കൊടുക്കണമല്ലോ. ആശ്വാസമാണോന്ന് വെച്ചാണ്. അതെ, എന്തായാലും വിലക്കുറവ് എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ്. കാരണം ഇതുപോലുള്ള ഒരു വിപണികൾ വലിയൊരു പരിധിവരെയെങ്കിലും സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാകുന്നുണ്ട്. കാരണം വലിയ കടകളിലേക്ക് കയറുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ ഈ തെരുവുകളിൽ നിന്ന് അവർക്ക് ഉതകുന്ന രീതിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നവർ എല്ലായിടത്തും ഒരുപോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയം ബ്രോഡ്വേയും പരിസരത്തും ഇതിലേക്ക് വാഹനങ്ങളൊന്നും കടന്നു പോകാൻ കഴിയാത്ത രീതിയിലേക്ക് അടക്കം തന്നെയാണ് ഈ തിരക്കെല്ലാം തന്നെ കാണുന്നത്. എല്ലായിടത്തും വിലക്കുറവിന്റെ ഒരു മഹോത്സവം എന്നെല്ലാം തന്നെ പറഞ്ഞാണ് അവരെ ആളുകളെല്ലാം തന്നെ വിളിച്ചു കയറ്റുന്നത്. പക്ഷെ പറയുന്ന വലിയ വിലയിലേക്ക് സാധനങ്ങൾ വന്നിട്ടില്ല എന്നതൊരു ആശ്വാസമായിട്ട് തന്നെ പലരും പറയുന്നു. സാധനങ്ങൾ വാങ്ങി അവസാനം വീടുകളിലേക്ക് മടങ്ങുന്നവർ ആ രീതിയിലാണ്. ഓണത്തിന് പർച്ചേസ് ഇറങ്ങിയാണോ? എന്തൊക്കെ വാങ്ങിച്ചു? ഒന്നും മനസ്സില്ല, ഇറങ്ങിയുള്ളൂ. ഇവിടെയാണോ ഒരു വിലക്കുറവൊക്കെ തോന്നുന്നത്? ഞങ്ങളെല്ലാ പ്രാവശ്യം ഇവിടെ വാങ്ങിക്കണം. ഇവിടെ വരുമ്പോ നമുക്കൊരു വില കുറവിന്നൊരു ആശ്വാസമാണ്. അങ്ങനെ ഒരു വിലക്കുറവിന്റെ ഒരു ആശ്വാസം എല്ലാവരിലും തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ബ്രോഡ്വേയും പരിസരത്തും എല്ലാം തന്നെ ഇതേപോലെ ആളുകളെ കൊണ്ട് നിറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയുന്നത് പോലെ ഈ കാണം വിട്ടും ഓണമുണ്ണണം എന്നെല്ലാം ആലങ്കാരികമായി അത് ഒരു പറച്ചിലുണ്ട്. എങ്കിൽ പോലും അത് ആ പറച്ചിലിനപ്പുറം ആളുകൾ അത് ആഘോഷമാക്കി തന്നെ ഓരോ ഉത്സവകാലം. ഞാനിപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ കാണം വിറ്റും ഓണം ഉണ്ണുന്നവരാണ് മലയാളികൾ. അതുകൊണ്ട് തന്നെയാണ് ഏറെ വൈകിയും വിപണികളിൽ ഇപ്പോഴും തിരക്ക് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ഓണാശംസയിൽ വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തവണ ഓണം എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തുകൊണ്ട് നമ്മുടെ ഓണാഘോഷങ്ങളെ അർത്ഥവത്താക്കാം എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണാശംസ നേർന്ന പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതിജീവനത്തിനുള്ള കരുത്തും ആത്മവിശ്വാസവുമാണ് ആഘോഷങ്ങൾ നൽകുന്നത്. അത്തരത്തിൽ എല്ലാവരിലും പ്രതീക്ഷയും സന്തോഷവും നിറയ്ക്കുന്നതാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ലോകമെമ്പാടുമുള്ള കേരളീയർക്ക് ഓണാശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഓണത്തിന്റെ മഹിമ ആഘോഷത്തിന്റെ പകിട്ടിലല്ല, അത് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശത്തിലാണ് എന്ന് ഗവർണർ പറഞ്ഞു. ആയിരങ്ങളുടെ സ്നേഹവായ്പകൾ ഏറ്റുവാങ്ങി സീതാറാം യെച്ചൂരി യാത്രയായി. യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിന് വിട്ടു നൽകി. രാവിലെ 10:15 പാർട്ടി ആസ്ഥാനമായ AKG ഭവനിലെത്തിച്ച മൃതദേഹം PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് ഏറ്റുവാങ്ങി. പാർട്ടി പതാക പുതപ്പിച്ചു. നിറകണ്ണുകളോടെ സീതാറാമിന് സഹപ്രവർത്തകരായ സഖാക്കളുടെ അന്ത്യാഭിവാദ്യം. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പ്രിയ സുഹൃത്തിനെ അവസാന നോക്കു കാണാൻ ദേശീയ നേതാക്കളുടെ വലിയ നിര തന്നെ AKG ഭവനിലെത്തി. നഷ്ടത്തിന്റെ ആഴമളന്ന നേതാക്കളുടെ അനുസ്മരണ വാക്കുകൾ. सीताराम येचुरी जी देश के उन बड़े नेताओं में थे जिन्होंने समय पड़ने पर देश में विचारधाराओं में सेतु बनाने का भी काम किया है.
सीताराम येचुरी जीवन भर संघर्ष किए, अपनी विचारधारा को और जनता तक पहुंचाने के लिए पूरा अपना जीवन उन्होंने लगा दिया. சிந்தனையாளர்களுக்கு இடையேயும் அவரது மறைவு என்பது ஈடு செய்ய முடியாத ஒரு மிகப்பெரிய இழப்பு. ऐसा व्यक्ति एक लंबे राजनीतिक करियर तक देश की सेवा करता रहा. हमें गर्व है कि वो हमारे देश के एक नेता हैं. हमारे जैसे लोगों के लिए जब मैं पत्रकार था उस वक्त भी और अभी भी राजनीति में जब मैं हूँ, हमेशा प्रेरणा का स्रोत रहे. I think the Indian people also lost a great man who has struggled for poor people who were always looking for humanity in general. यदि पर्सनली थी वो व्यक्तित्व था, कर्तृत्व था, खाली CPM में नहीं बल्कि पूरे देश की राजनीति में उनका अपना स्थान था. 3 മണിയോടെ AKG ഭവനിൽ നിന്ന് വിലാപയാത്രയായി 14 അശോക റോഡിലേക്ക്. വികാരനിർഭരമായ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ പ്രിയ നേതാവുമായി ആംബുലൻസ് നീങ്ങി. കാൽനടയായി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും. പ്രായഭേദമന്യേയുള്ള റെഡ് സല്യൂട്ടുകൾ ഏറ്റുവാങ്ങി യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം എയിംസിലേക്ക്. അങ്ങനെ ജ്വലിക്കുന്ന ഓർമ്മകളിലേക്ക് സഖാക്കളുടെ പ്രിയ സഖാവ് മറയുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയെ കണ്ട് EP ജയരാജൻ. ഡൽഹി കേരള ഹൌസിൽ ആയിരുന്നു കൂടിക്കാഴ്ച. കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയ ശേഷമുള്ള ആദ്യത്തെ കൂടിക്കാഴ്ചയായിരുന്നു. മുഖ്യമന്ത്രിയോട് പറഞ്ഞത് മാധ്യമങ്ങളോട് വിശദീകരിക്കാൻ കഴിയില്ല എന്ന് EP പ്രതികരിച്ചു. കൂടിക്കാഴ്ച 10 മിനിറ്റിലധികം നീണ്ടുനിന്നു. മാമി തിരോധാന കേസ് DGPക്ക് അതൃപ്തി. DGP വിലക്കിയിട്ടും റിപ്പോർട്ടുകൾ ADGP വഴി അയച്ചു. SP ശശിധരനും കോഴിക്കോട് കമ്മീഷണറുമാണ് നിർദ്ദേശങ്ങൾ അവഗണിച്ചത്. ഇരുവരോടും വിശദീകരണം തേടാൻ DGP നിർദ്ദേശം നൽകി. കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരുകയാണ്. മാമിയുടെ ഭാര്യ റംലയുടെ മൊഴിയാണ് അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തിയത്. റംലയുടെ ഫ്ളാറ്റിൽ എത്തിയായിരുന്നു മൊഴിയെടുപ്പ്. കശ്മീരിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ 2 സൈനികർക്ക് വീരമൃത്യു. കിഷ്ത്വാറിലെ ഏറ്റുമുട്ടലിൽ ആണ് സുബേദാർ വിപിൻ കുമാർ, സിപ്പോയ് അരവിന്ദ് സിംഗ് എന്നീ സൈനികർ വീരമൃത്യു വരിച്ചത്. ബാരാമുള്ളിയിൽ സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ വധിച്ചു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജമ്മു കാശ്മീർ പോലീസുമായി ചേർന്ന് നടത്തിയ സംയുക്ത തെരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. ജമ്മുകാശ്മീരിൽ ജനാധിപത്യം ഉറപ്പാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുരക്ഷിതമായ സംസ്ഥാനം ഉറപ്പു നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജമ്മു കാശ്മീരിൽ മെഗാ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി. നാഷണൽ കോൺഫറൻസിനും PDPക്കും കോൺഗ്രസിനും എതിരെ മോദി രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത്. ഷിരൂരിൽ ബുധനാഴ്ച തെരച്ചിൽ തുടങ്ങിയേക്കും. ഡ്രഡ്ജർ ചൊവ്വാഴ്ച കാർവാർ തുറമുഖത്ത് എത്തിക്കാൻ തീരുമാനമായി. നാളെ വൈകിട്ടോ തിങ്കളാഴ്ച രാവിലെയോ ഗോവ തീരത്ത് നിന്ന് ഡ്രഡ്ജർ പുറപ്പെടും. കാഞ്ഞങ്ങാട് ട്രെയിൻ ഇടിച്ച് 3 പേർ മരിച്ചു. കോട്ടയം ചിങ്ങവനം സ്വദേശികളായ ചിന്നമ്മ, ആലീസ്, തോമസ്, ഏഞ്ചൽ എന്നിവരാണ് മരിച്ചത്. പാളം കുഴിച്ചു കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കള്ളാറിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഇവർ. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ പുതിയ 3 ഷോറൂമുകൾ കൊല്ലം കല്ലമ്പലത്ത് ആരംഭിച്ചു. ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു. അൽബർഗ് ഗോൾഡ് ഡയമണ്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, അത്തവാബ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബുള്ളിയൻ ബാഴ്സ് ജ്വല്ലറി, അൽ മുൻകത്തീം ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനുഫാക്ചറിംഗ് യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനം AIMPLB മെമ്പർ അബ്ദുൾ ഷുക്കൂർ മൗലവി, അൽ മുക്താദിർ സ്ഥാപക ചെയർമാനും CEOയുമായ ഡോക്ടർ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് മേഖലയിൽ ചുവടുറപ്പിച്ച അർബൻ ഗ്രാമീൺ സൊസൈറ്റി.
UGS ഗ്രൂപ്പിന്റെ പുതിയ സംരംഭങ്ങളായ പാലാട്ട് റെസിഡൻസി, ഷെഫ് പാലാട്ട് റെസ്റ്റോറന്റ് എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. പാലക്കാട് മണ്ണാർക്കാട് നെല്ലിപ്പുഴയിൽ ആരംഭിച്ച ഹോട്ടലിന്റെ UGS ഗ്രൂപ്പ് ബ്രാൻഡ് അംബാസിഡർ കൂടിയായ നടി ഭാവന ഉദ്ഘാടനം ചെയ്തു. ധനകാര്യ സ്ഥാപനം എന്നതിലുപരി സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇറങ്ങിച്ചെന്ന് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പ് സംരംഭത്തിന് ഇത്ര വലിയ വളർച്ച കൈവരിക്കാൻ കഴിഞ്ഞത്. സാധാരണക്കാരുടെ ഒപ്പം സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഇന്ന് വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പുതിയ ഒരു സംരംഭമായി ഈ ഓണസമ്മാനമായിട്ട് എത്തുകയാണ്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. സ്വർണം ഗ്രാമിന് 6865, പവൻ 54,920. 18 ക്യാരറ്റ് ഗ്രാമിന് 5690, പവൻ 45,520. വെള്ളി ഗ്രാം 95, കിലോ 95,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Kavita Gold and Diamonds. Choose your special. ന്യൂസ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നമസ്കാരം.